അപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കാടിനകത്തേക്ക് വെടിവെക്കാൻ പോയവരോ അല്ലെങ്കിൽ കോച്ചിങ് നടത്താൻ പോയവരോ വനവിഭവങ്ങൾ മോഷ്ടിക്കാൻ പോയ ആളുകളൊന്നുമല്ല, മാവോയിസ്റ്റുകളും അല്ല, സാധാരണക്കാരാണ്. വനത്തിലെ വിഭവങ്ങൾ കൊണ്ട് ജീവിക്കാൻ നിയമപരമായി അവകാശമുള്ള ആളുകളാണ്. അവരെ കൊന്ന് അതിനെ പരിഹസിക്കണെന്തിന്? അദ്ദേഹം വേറെന്തോ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. വേറെ കാട്ടിൽ പോണവർ ആരാണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. കാട്ടിൽ കോച്ചിങ് ഒന്നും നടക്കുന്നില്ല എന്നാണ് എന്റെ അറിവ്. ഇനി ആരെ ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞതെന്നറിയില്ല. കാട്ടിലുള്ളത് വനവാസികളായിട്ടുള്ള ആളുകളാണ്. നിയമപരമായി അവർക്ക് അവിടെ താമസിക്കാൻ അവകാശം ഉള്ള പാർലമെന്റ് നിയമപ്രകാരം അവകാശം കൊടുത്തിട്ടുള്ളവർ. 2:30 നടക്കുന്ന യോഗത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഇതെല്ലാ യോഗം നടക്കുന്നല്ലാതെ ഈ റിസൾട്ട് ഉണ്ടാവുന്നില്ലല്ലോ, ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാവുന്നില്ലല്ലോ. ഏറ്റവും പ്രോൺ ഏരിയ ഉണ്ട് കേരളത്തിൽ, ഏറ്റവും അപകടം പിടിച്ച സ്ഥലം. ആ അപകടം പിടിച്ച സ്ഥലത്തെങ്കിലും ഒരു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ അവിടെ വെക്കണ്ടേ? അല്ലെങ്കിൽ ഈ ഭക്ഷണ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണ്ടേ? വെള്ളം ഒരുക്കി കൊടുക്കണ്ടേ? അപ്പൊ ഇനി ചൂട് കൂടുമല്ലോ. അപ്പൊ ചൂട് കൂടുമ്പോൾ കൂടുതൽ ആനകൾ ഇറങ്ങും. അപ്പൊ കൂടുതൽ ആളുകൾ മരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. ഒരാഴ്ചയാണ് ഈ 5 പേര് മരിച്ചിരിക്കുന്നത്. 5 പേരെ വിവിധ സ്ഥലങ്ങളിൽ ചവിട്ടിക്കൊന്നിരിക്കുന്നത്. ഓരോ ദിവസവും 1-2 പേരാണ് മരിക്കുന്നത്. അതൊക്കെ ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടാണ്. ഒന്നും ചെയ്യുന്നില്ല. നിസ്സംഗരായിരിക്കുകയാണ് സർക്കാർ. താങ്ക് യു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇന്നലെ വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ ചില പ്രതികരണങ്ങൾ അത് വലിയ വിവാദമായിരുന്നു. ആദിവാസികളില്ലാത്ത മനുഷ്യർ എന്തിനാണ് കാട്ടിലേക്ക് പോകുന്നത്, എല്ലാ ആക്രമണങ്ങളും ഉണ്ടാകുന്നത് ജനവാസ മേഖലയിലല്ല എന്ന് തുടങ്ങിയ ചില ന്യായീകരണങ്ങൾ അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നിരിക്കുന്നത്. എന്തായാലും വളരെ ആശങ്കപ്പെടുത്തുന്ന സ്ഥിതിവിശേഷമാണ് നമ്മുടെ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ഉള്ളത്. ഇത് ഇപ്പോൾ വയനാട്ടിലെ മാത്രം സാഹചര്യം നോക്കുകയാണെങ്കിൽ 2 ദിവസത്തിനിടെ 2 മനുഷ്യരാണ് ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ പറയുന്ന അട്ടമല എന്ന് പറയുന്നത് അത് ദുരന്തബാധിത മേഖലയാണ്. അവിടെ നിന്ന് ഒരുവിധം കുടുംബങ്ങളെയൊക്കെ മാറ്റി പാർപ്പിച്ചിരുന്നുവെങ്കിലും ചില ആദിവാസി കുടുംബങ്ങൾ അവിടെ തന്നെ തുടരാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും അവരെ ഈ ദുരന്തബാധിത മേഖലയിൽ നിന്ന് മാറ്റി ക്വാർട്ടേഴ്സുകളിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത്. ഈ പറയുന്ന 24 വയസ്സുള്ള ചെറുപ്പക്കാരനായ ബാലകൃഷ്ണൻ ഇന്നലെ വൈകിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ചൂരൽമലയെ ടൗണിലേക്ക് പോയതാണ്. അത് കഴിഞ്ഞ് വരുന്ന വഴിയാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അവിടെ താമസിക്കുന്ന ബാലകൃഷ്ണന്റെ കുടുംബമടക്കമുള്ള മറ്റു ആളുകളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. സർക്കാരുമായി ഇവർ ചർച്ച നടത്തിയതാണ്. ഈ ഭാഗത്ത് വൈദ്യുതി വിളക്കുകൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചതാണ്. അപ്പോൾ KCB എടുത്ത നിലപാട് ഇവിടെ ജനങ്ങൾ താമസിക്കുന്നില്ല, ആൾ താമസമില്ല, അതുകൊണ്ട് വൈദ്യുതി വിളക്കുകൾ പറ്റില്ല എന്നൊരു നിലപാടാണ് അന്ന് KCB ആ യോഗത്തിൽ സ്വീകരിച്ചത്. ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് മാത്രം 4 ജീവനുകളാണ് ഇങ്ങനെ കാട്ടാന ആക്രമണത്തിൽ നഷ്ടമായത്.